നമസ്കാരം. പാസീവായിട്ട് ഇൻകം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവരെ എത്തിപ്പെടുന്ന ഡെസ്റ്റിനേഷനാണ് ട്രേഡിംഗ്. ട്രേഡിങ്ങിനകത്ത് ഇന്ത്യൻ മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പിന്നെ ജമ്പ് ചെയ്യുന്നതാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോറക്സ് മാർക്കറ്റിൽ കുറച്ചു കാലം നമ്മൾ പിടിച്ചു നിൽക്കും. നമ്മുടെ ഓൺ ക്യാപിറ്റൽ നഷ്ടപ്പെടുന്ന സമയത്ത് ഇത് ചെയ്യണം, ഇതിനകത്ത് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും നല്ല എക്സ്പീരിയൻസ് ആവുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് ട്രേഡ് ചെയ്യാൻ കയ്യിൽ $100-200 മാത്രമേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഒരു 6000 മുതൽ $2 ലക്ഷം വരെ വേണം ട്രേഡ് ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി കിട്ടും. അതിന് ഓപ്ഷൻ ഉണ്ട്. പ്രൊപ്രൈറ്ററി ഫേംസിന്റെ ഫണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന ലാഭത്തിന്റെ 80% നമുക്കും 20% അവർക്കും എന്നുള്ള ഡീലിൽ നമുക്ക് കാശ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ട്രേഡിങ്ങിലൂടെ. അതിന്റെ വിശദാംശങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കും. ലോണുകൾ, അതുപോലെ തന്നെ ജോലികളും, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകളും എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് കിട്ടും. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൂടി നിങ്ങൾ ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫോറക്സ് ട്രേഡിംഗിൽ ലോകത്തിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. വിരലിൽ എണ്ണാവുന്നതിന് അപ്പുറത്തുള്ള ബ്രോക്കേഴ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ പലതരത്തിലുള്ള അസറ്റ്സുകൾ അതിനകത്തുണ്ട്. ഇഷ്ടമുള്ള അസറ്റ്സ് എടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ലോകമെമ്പാടുമുള്ള ട്രേഡേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് റീജിയൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ മാർക്കറ്റാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് പല സമയത്ത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. രാവിലെ സമയത്ത്, വൈകുന്നേര സമയത്ത്, ഉച്ച സമയത്ത്, ഈവനിങ് ടൈമിൽ ഒക്കെ ഓരോ മാർക്കറ്റുകൾ ഓപ്പൺ ആവുകയും അത് പിന്നീട് കുറെ കഴിയുമ്പോൾ ക്ലോസ് ആവുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സ്. ആ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അടിപൊളിയായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ്. ഫോറക്സിനകത്ത് എല്ലാവരും ഒരുപാട് കറൻസി ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഗോൾഡ് ഒക്കെ ട്രേഡ് ചെയ്യും. ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ പരിപാടികളും ചെയ്യുന്നവർ ഈ പറഞ്ഞ ഫോറക്സിനകത്തുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇതൊരു ലീഗൽ ആയിട്ടുള്ള സംഭവമല്ല. ചെയ്യേണ്ട എന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ലീഗലൈസ്ഡ് അല്ല, ഇതിനൊരു പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് UAE കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്കിവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വന്തം പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫണ്ടഡ് ഫേംസിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊപ്രൈറ്ററി ഫേംസ് എന്നാണ് ഈ ഫേമുകളെ പറയുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രോസസ്സ് ഒരു ഫേമിന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫേമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. ഇത് കാണിച്ചുകൊണ്ട് ഞാൻ എന്തായാലും സംസാരിക്കാം. ഈ ഒരു കമ്പനിയുടെ പേര് ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാണ്. ഈ ഒരു കമ്പനിക്കകത്ത് സ്റ്റാർട്ട് ചലഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഈ പ്രൊപ്രൈറ്ററി ഫേംസ് എന്ന് പറഞ്ഞാൽ ഇവരൊരു ഫണ്ട് നമുക്ക് തരും. ഫണ്ട് തന്നിട്ട് ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഫണ്ടുള്ള ഒരു അക്കൗണ്ട് തരും, അതിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു 80-95% വരെ നമുക്ക് എടുക്കാം. ബാക്കിയുള്ള പൈസ അവരെടുക്കും. ആവറേജ് കണക്കിൽ ഞാൻ പറയാം, ഒരു 80% നമുക്ക് എടുക്കാം, ബാക്കി 20% അവരെടുക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. 80-20 റൂള്. ചില ഫേമുകൾ അതിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കുറച്ച് മുകളിൽ അധികമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ 80-20 ആവറേജ് ആണ്. 80-20 ഡീല്. അതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട് എടുക്കുന്നത് എത്രൻ്റെ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 6000 മുതൽ $2 ലക്ഷം വരെയുള്ള അക്കൗണ്ട് ഉണ്ട്. $6000 ആണ് കേട്ടോ. 6000, 15000, 25000, 50000, 1 ലക്ഷം, $2 ലക്ഷം ഒക്കെ അക്കൗണ്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ അക്കൗണ്ടുകളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല. പകരം ഇവരൊരു ചലഞ്ച്, നമ്മളൊരു നല്ല ട്രേഡർ ആണോ എന്നറിയാൻ ഒരു ചലഞ്ച് വെക്കും. അത് 2 തരത്തിലുള്ള ചലഞ്ച് ഉണ്ട്. നമ്മൾ സാധാരണ PSC എക്സാമുകളൊക്കെ ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെയിൻസ് ഉണ്ട്. അങ്ങനെ 2 എക്സാമുകളുണ്ട്. അതേപോലെ ഡയറക്റ്റ് എക്സാം നടത്തിയിട്ട് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് നടക്കുന്ന പ്രോസസ് ഉണ്ട്. അതേപോലെ 1 സ്റ്റെപ്പ് ആൻഡ് 2 സ്റ്റെപ്പ് എന്ന രീതിയിൽ 2 സ്റ്റെപ്പ് അക്കൗണ്ടുകളാണ് ഉള്ളത്. 2 സ്റ്റെപ്പുകളാണ്, ചലഞ്ചുകളുണ്ട്. ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഈ അക്കൗണ്ട് കിട്ടുക. ഇപ്പൊ 2 ടൈപ്പ് ചലഞ്ചുകളുണ്ട്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് ആൻഡ് 2 സ്റ്റെപ്പ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചലഞ്ചിൽ ഇപ്പോൾ 2 സ്റ്റെപ്പ് ചലഞ്ച് ഫസ്റ്റ് പറയും. 2 സ്റ്റെപ്പ് ചലഞ്ചിൽ 2 സ്റ്റെപ്പുകളുള്ള. ആദ്യത്തെ സ്റ്റെപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ 8% നമ്മൾ പ്രോഫിറ്റ് എടുക്കണം. 8% പ്രോഫിറ്റ് നമുക്ക് ഒരു അക്കൗണ്ട് തരും. 6000 6000, 15000 15000, അല്ലെങ്കിൽ എത്രൻ്റെ അക്കൗണ്ട് വേണ്ട ആ അക്കൗണ്ട് നമുക്ക് തരും. അതിൽ ആദ്യത്തെ 8% പ്രോഫിറ്റ് നമ്മൾ എടുക്കണം. എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് അടുത്ത അക്കൗണ്ട് തരും. അതിൽ 5% എടുത്താൽ നമുക്ക് ഇതിന്റെ റിയൽ അക്കൗണ്ട് നമുക്ക് തരും. പിന്നെ നമ്മൾ അതിൽ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് എല്ലാം ഷെയറിങ് കിട്ടും. അതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് അക്കൗണ്ടിൽ. അവിടെ ഒറ്റ
സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ആദ്യത്തേതിൽ തന്നെ നമുക്കൊരു ടാർഗറ്റ് 10% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആ അക്കൗണ്ട് നമുക്ക് തരും. അപ്പോൾ ഇതിനായിട്ടൊരു ചാർജ് ഉണ്ട്. ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാർജ് ഉണ്ട്. $6000 അക്കൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ 2 സ്റ്റെപ്പ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ $59 ചാർജ്. നേരെ മറിച്ചിട്ട് അതൊരു 25,000 ആണെങ്കിൽ 199, 50,000 299, അത് 2 ലക്ഷം ആണെങ്കിൽ 999 കൊടുത്ത് നമുക്ക് അക്കൗണ്ട് കിട്ടും. അക്കൗണ്ട് കിട്ടിയിട്ട് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഈ ഫീസ് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ചലഞ്ച് പാസ്സായി കഴിഞ്ഞാൽ മെയിൻ അക്കൗണ്ട് നമുക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രോഫിറ്റ് ഷെയറിംഗ് കിട്ടും. അപ്പോൾ ഈ കൊടുക്കുന്ന ഫീസ് നമുക്ക് നഷ്ടപ്പെടില്ല. ഈ ചലഞ്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടും. അവർ ആ ഫണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി തിരിച്ചു തരും. 15% നമുക്ക് തിരിച്ചു തരും. എത്രയാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്താൽ അതിന്റെ 15% നമുക്ക് തിരിച്ചു തരും അധികമായിട്ട്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കേസ് വൺ സ്റ്റെപ്പ് അക്കൗണ്ട്. വൺ സ്റ്റെപ്പ് അക്കൗണ്ടിൽ റേറ്റ് ഡിഫറൻറ്റ് ഉണ്ട്. $6000-ന് $65, $15000-ന് $129, $50,000-ന് $329, 2 ലക്ഷത്തിന് $1099. അപ്പോൾ ഈ 2 ലക്ഷത്തിന്റെ അക്കൗണ്ടിന് $1099 കൊടുക്കണം. 2 സ്റ്റെപ്പിലാണെങ്കിൽ $999 കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു $100 അധികം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഒറ്റ തവണ ഒരു 10% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അക്കൗണ്ട് കിട്ടി. പിന്നെ നമ്മൾ ആ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതിന്റെ 80% നമുക്ക് എടുക്കാം. 95% വരെ എടുക്കാൻ പറ്റും. അത് ഓരോ അക്കൗണ്ടിന് ഡിഫറൻറ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ചാർട്ടിൽ. 95% വരെ നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി ഫണ്ട് അവരെടുക്കും. അങ്ങനെയാണ് പ്രോസസ്സ്. ഇനി എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ നഷ്ടം ഉണ്ടായാലോ? നഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോകും, നിങ്ങൾ ചലഞ്ചിൽ തോൽക്കും. അപ്പോൾ എത്ര നഷ്ടം ഉണ്ടെങ്കിൽ അത് 2 സ്റ്റെപ്പിന്റെ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഓവറോൾ നഷ്ടം 10%. അതേപോലെ ഡെയിലി നഷ്ടം 5%. ഒരു ദിവസം മാക്സിമം നമുക്ക് 5% വരെ നമുക്ക് ലോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ 2 സ്റ്റെപ്പിന്റെ അക്കൗണ്ടിൽ. അതേപോലെ തന്നെ ടോട്ടൽ ഒരു ദിവസം 5 ഉണ്ടാക്കി, പിറ്റേ ദിവസം 5 ഉണ്ടാക്കിയാൽ നമ്മൾ അക്കൗണ്ട് അടിച്ചു പോയി. പിന്നെ നമ്മളെ ചലഞ്ചിൽ ഫെയിലിയർ ആയി. അതേപോലെ ഒറ്റ ദിവസം തന്നെ 10% ആയാലും നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകും. ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. മിനിമം 5 ദിവസം മിനിമം ട്രേഡ് നമ്മൾ ചെയ്യണം. ഫസ്റ്റ് റിവാർഡ് 21 ദിവസം കഴിയുമ്പോൾ കിട്ടുള്ളൂ. ഇനി വൺ സ്റ്റെപ്പിന്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ച് കുറച്ച് വ്യത്യാസമുണ്ട്. ഓവറോൾ നഷ്ടം 6%. അതേപോലെ തന്നെ ഡെയിലി നമുക്ക് വരുന്ന ലോസ് 3% ലോസ് വന്ന് അപ്പം തന്നെ അക്കൗണ്ട് അടിച്ചു പോകും. അങ്ങനെയാണ് പ്രോസസ്സ്. ഇപ്പോൾ 1 ലക്ഷത്തിന്റെ അക്കൗണ്ട് ആണെങ്കിൽ $3000 വന്ന് അടിച്ചു പോകും. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. $3000 വന്ന ഡെയിലി നഷ്ടം 3000 വന്ന് അടിച്ചു പോകും. അതേപോലെ തന്നെ മാക്സിമം ലോസ് 6000 വന്നാൽ അടിച്ചു പോകും. ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. പിന്നെ നമ്മൾ ചലഞ്ചിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മെയിൻ അക്കൗണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇതിൽ നിന്ന് പാസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ സ്റ്റാർട്ട് ചലഞ്ച് അടിക്കുക. നിങ്ങൾക്ക് 1 ലാഖിൻ്റെ അക്കൗണ്ട് എടുക്കാൻ 549 വൺ സ്റ്റെപ്പ് എടുക്കുക. വൺ സ്റ്റെപ്പാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് തോന്നി. കാരണം 2 തവണ ഇത് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വലിയ വ്യത്യാസമില്ല, ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1 സ്റ്റെപ്പ് എടുക്കുക, ഒരു 6% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 6% എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ചെറിയൊരു സജഷൻ എന്ന രീതിയിൽ 1 ലാഖിൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ മാക്സിമം നഷ്ടം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 6% പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ $3000 ആണ് ഡെയിലി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 1 ലക്ഷത്തിന് അക്കൗണ്ട് എടുത്തിട്ട് $3000 മാത്രം ട്രേഡ് ഇട്ടാൽ മതി. $3000 വർത്തായിട്ടുള്ള ട്രേഡ് ഇട്ടാൽ മതി. വലിയ എമൗണ്ട്, വലിയ ലോട്ട് സൈസ് ഇടാതെ ചെറിയൊരു ലോട്ട് സൈസ് ഇടുക. ഡെയിലി നഷ്ടം ഉണ്ടാക്കുന്ന ഒരു 3000 ട്രേഡ് ഇടുക. $3000 വർത്തായിട്ടുള്ള ട്രേഡ് മാത്രം നിങ്ങൾ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു 10-20% നഷ്ടമായി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊന്നും ബാധിക്കില്ല. ഒരു 50% ലോസ് വന്നാൽ പോലും $1500 മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും ലോസ് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറേ സമയം എടുത്തിട്ട്, ഐ തിങ്ക് ഒരു 10-20 ദിവസം എടുത്തിട്ട് ഇത് പാസ്സാവുക. പിന്നെ ഇതെല്ലാവരും എടുക്കണം. എന്താ കാര്യം എന്നറിയോ? നമ്മൾ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ ആണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഒപ്പം തന്നെ നല്ല ഒരു ചിട്ടയായ മനുഷ്യനായിട്ട് മാറും. ട്രേഡിങ്ങിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റൂൾ ഉണ്ടാവും. ലോസ് വന്നാൽ അക്കൗണ്ട് അടിച്ചു പോകും, പ്രോഫിറ്റ് വന്നാൽ നമുക്ക് ഇത്ര എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നല്ലൊരു ട്രേഡറായിട്ട് മാറുമെന്നാണ് പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇത് ഫോറക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇനി ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഒരുപാട് ഫോറക്സ് റിലേറ്റ് ചെയ്ത വീഡിയോകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജുകളുടെ ഷെയർ ചെയ്ത് കൊടുത്തോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ഏത് നിങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഏതെങ്കിലും ഫണ്ടിങ് കമ്പനികളുടെ ഫണ്ട് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കും. എന്തായാലും വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. മറ്റൊരു മികച്ച വീഡിയോയിൽ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിൻഡി ഷോണി സൈനിങ് ഓഫ്. ബൈ.